തമിഴ്നാട്ടിൽ ദുരിതമഴ. കനത്ത മഴയെ തുടർന്ന് തെക്കൻ തമിഴ്നാട് പ്രളയത്തിൽ മുങ്ങി. പ്രളയം അതിരൂക്ഷമായതോടെ തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി, തൂത്തുക്കുടി ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂൾ, കോളേജ്, ബാങ്ക്, സ്വകാര്യ പൊതുസ്ഥാപനങ്ങൾ എന്നിവയൊന്നും പ്രവർത്തിക്കില്ല. വൈഗാ നദിയിലെ ജലനിരപ്പ് ഉയർന്നു. ഇതോടെ തേനി, മധുര, ശിവഗംഗ, രാമനാഥപുരം, ദിണ്ടിഗൽ ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുച്ചെന്തൂരിൽ ഒരു വർഷം കിട്ടുന്ന മഴയിലും അധികം ഒറ്റ ദിവസം പെയ്തു. കായൽ പട്ടണത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ 932 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മന്ത്രിമാരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും ദുരിതബാധിത മേഖലകളിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിന്യസിച്ചു. ആളുകളെ ഒഴിപ്പിക്കുന്നതിനായി ബോട്ടുകളും താമസിപ്പിക്കുന്നതിനായി ദുരിതാശ്വാസ കേന്ദ്രങ്ങളും സജ്ജമാക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശവും നൽകി. അൻപത് അംഗങ്ങൾ വീതമുള്ള 2 NDRF സംഘം തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിൽ എത്തിയിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിൽ 3 SDRF സംഘത്തെ വിന്യസിച്ചു. ഇതുകൂടാതെ ദുരിതബാധിത ജില്ലകളിൽ 4000 പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. വെള്ളം കയറിയ താഴ്ന്ന മേഖലയിലുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം കയറിയതോടെ തിരുനെൽവേലി ചെങ്കോട്ട റൂട്ടിലെ എല്ലാ ട്രെയിനുകളും റദ്ദാക്കി. തൂത്തുക്കുടിയിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. അതിശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. തിരുനെൽവേലി, കന്യാകുമാരി, തൂത്തുക്കുടി ജില്ലകളിൽ രാവിലെ തുടങ്ങിയ കനത്ത മഴ തുടരുകയാണ്. തിരുനെൽവേലിയിലെ സർക്കാർ മെഡിക്കൽ കോളേജിലും പഴയ ബസ് സ്റ്റാൻഡിലും നഗരത്തിലെ പല വീടുകളിലും വെള്ളം കയറി. മണിമുത്താറും താമരഭരണി നദിയും കരകവിഞ്ഞൊഴുകുകയാണ്. പാപനാശം ഡാം തുറന്നതിനാൽ തിരുനെൽവേലി ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുനെൽവേലിയിലും കന്യാകുമാരിയിലും പല സ്കൂളുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കന്യാകുമാരി മേഖലയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്.